ആലപ്പുഴയിലെ കവർച്ചാ പരമ്പരയിൽ പാലായിലും തമിഴ്നാട്ടിലും അന്വേഷണം. 7 അംഗ പോലീസ് സംഘം രണ്ടായി തിരിഞ്ഞാണ് കേസ് അന്വേഷിക്കുന്നത്. മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘം എന്നാണ് പോലീസിന്റെ സംശയം. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, ഏതായാലും ഈ ആലപ്പുഴയിലും മണ്ണഞ്ചേരിയിലും ആളുകളുടെ ഉറക്കം കെടുത്തുന്ന, മനസമാധാനം കെടുത്തുന്ന സംഘമായി മാറിയിട്ടുണ്ട് ഈ മോഷ്ടാക്കൾ. ഈ കുറുവാ സംഘം എന്നത് ഈ ഒറിജിനൽ കുറുവാ സംഘത്തിന്റെ വേഷവും രീതികളും ഒക്കെ പകർത്തിയ ലോക്കൽ കള്ളന്മാരാരെങ്കിലും ആണോ എന്ന സംശയവും ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായിരുന്നല്ലോ. അതിനപ്പുറത്തേക്ക് ഇത് കുറുവാ സംഘം തന്നെ ഒറിജിനൽ എന്നുറപ്പിക്കുന്ന എന്തെങ്കിലും ലീഡ്സ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, ഇവിടെ 7 അംഗ സ്പെഷ്യൽ സ്ക്വാഡിൽ 2 ടീമായി തിരിഞ്ഞ് ഒരു ടീം പാലായിലും ഒരു ടീം തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പാലായിലെ അന്വേഷണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാലായിൽ നടന്ന ഒരു മോഷണ കേസിൽ പിന്നീട് അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച് 2 മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ 2 പേർ, അവർ കുറുവാ സംഘത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അവരാണോ ഇവരെന്ന് അറിയാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പാലായിലേക്ക് അന്വേഷണ സംഘം തിരിച്ച് അവിടെ അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഇവരുടെ രീതികളിലെ സമാനതകളെ പറ്റി നമ്മൾ പറയുമ്പോഴും ഇവർ പല സ്ഥലത്തും നടത്തുന്ന മോഷണങ്ങൾക്ക് പല രീതികളാണ്. പ്രത്യേകിച്ചും CCTV ദൃശ്യങ്ങളിൽ പല സ്ഥലത്തും ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഇവർ നടക്കുന്നത് പോലും പല രീതിയിലാണെന്നാണ് പോലീസിന്. അതുകൊണ്ട് ഇവരുടെ മുഖമോ അല്ലെങ്കിൽ ഇവരുടെ വസ്ത്രധാരണ രീതിയിലെ വ്യത്യസ്തമായ രീതി കൊണ്ട് തന്നെ ഇവർ ആരാണെന്ന് മനസ്സിലാക്കാൻ പല CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടില്ല. ഇവരുടെ മുഖം പോലും വ്യക്തമല്ല. അങ്ങനെ ഇവരുടെ നടത്തത്തിലോ ഇവരുടെ ഓട്ടത്തിലോ ഒന്നും പോലും പോലീസിന് ഓരോ ദൃശ്യങ്ങൾ കാണുന്നവർ ഒരേ ആളുകൾ തന്നെയാണെന്നുള്ള സംശയമുണ്ട്. അതുപോലെ തന്നെ ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായ ഏതെങ്കിലും കള്ളന്മാരാണോ അല്ലെങ്കിൽ മോഷ്ടാക്കളാണോ എന്നൊരു സംശയമുണ്ട്. കാരണം തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ചും തമിഴ്നാട് സംസ്ഥാനത്ത് കമ്പം, തേനി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കുറുവാ സംഘം ഉള്ളത്. അവിടെ തമിഴ്നാട് സർക്കാർ ഇവർക്ക് പ്രത്യേക റീഹാബിലിറ്റേഷൻ നൽകുകയും പാർപ്പിട പദ്ധതി ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മോഷണം കേരളത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് ഇവരുടെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മറ്റു ചിലരാണോ എന്ന സംശയം പോലീസിനുണ്ടെങ്കിൽ പോലും ഈ കുറുവാ സംഘമാണെന്നതിനുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ DYSP മധു ബാബുവാണ് ഈ അന്വേഷണത്തിന് ചുമതല നൽകുന്നത്. രാത്രി മോഷണം നടന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും മണ്ണഞ്ചേരി പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ആലപ്പുഴ ജില്ലയിലടക്കം ഇവർ എത്തിയിട്ടുണ്ട്. ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ള കായംകുളം, കരിയിലക്കുളങ്ങര, ചേർത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ധനാധനപുരം വാർഡിൽ കഴിഞ്ഞ ദിവസം ഈ കുറുവാ സംഘം എത്തിയതിന്റെ ചില സാന്നിധ്യം ചില നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെയും അന്വേഷണം നടത്താനുള്ള ആലോചന പോലീസ് നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പോലീസ് പറയുന്നത് ഇത്തരം ചില പ്രചരണങ്ങൾ, അതായത് ഈ കുറുവാ സംഘം എന്ന രീതിയിൽ ചില സമൂഹ മാധ്യമങ്ങളടക്കം ചില വ്യാജ പ്രചരണങ്ങൾ വരുന്നുണ്ട്. അത്തരം വ്യാജ പ്രചരണങ്ങളിൽ ഭീതി വേണ്ട. ഏറ്റവും പ്രധാനമായും അടുക്കള വാതിൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അനാവശ്യമായ ഭീതി വേണ്ട, ജാഗ്രത മാത്രം മതി എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 30-ാം തീയതി ഒക്ടോബർ 30-നാണ് മണ്ണഞ്ചേരിയിൽ ഈ സംഘത്തിന്റെ സാന്നിധ്യം ആദ്യം കണ്ടത്. പിന്നീട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്, അതായത് 2 മണിക്കും പുലർച്ചെ 5 മണിക്കിടയിലുമാണ് ഇവരുടെ മോഷണങ്ങൾ. ആലപ്പുഴ മണ്ണഞ്ചേരി നടന്നിട്ടുള്ള 2 സ്ത്രീകളുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു. വീടിനുള്ളിൽ അടുക്കള വാതിൽ പൊളിച്ചകത്ത് കയറിയ സംഘമാണ് ഈ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ഇവരെ കണ്ടെങ്കിൽ ഏതായാലും കുറുവാ സംഘം അത് ഒറിജിനൽ ആയാലും ലോക്കൽ ആയാലും പോലീസിന്റെ പ്രത്യേക സംഘം തന്നെ അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ആലപ്പുഴയിൽ. അവർ പാലായിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ആലപ്പുഴ നിവാസികൾ ജാഗ്രത പാലിക്കുക. അതിൽ ഭീതിപ്പെടേണ്ടതില്ല. അതിൽ പുറത്തു വരുന്ന പല സന്ദേശങ്ങളും അത് വ്യാജമാണ്, പേടിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ. പക്ഷേ അടുക്കള വാതിലുകളിൽ ഒരു ജാഗ്രത വെക്കുക. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.